അത്യുഷ്ണം കാരണം തമിഴ്നാട്ടിൽ മേട്ടുപ്പാളയം കോത്തഗിരി റൂട്ടിലൊക്കെ കരുവലം ചെടികൾ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞു കിടക്കുന്ന ഫോറസ്റ്റ് ലാൻഡാണ് കാണുന്നത്. അതികഠിനമായ ഉഷ്ണവും ജലക്ഷാമവുമാണ് ഈ മേഖലയിലൊക്കെയുള്ള ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. നീലഗിരി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ കവാടമായിട്ടുള്ള ചെക്ക് പോസ്റ്റാണ് മുമ്പിൽ കാണുന്നത്. ഇവിടെ എത്തിയ ഉടനെ പെട്ടെന്ന് അന്തരീക്ഷ ഊഷ്മാവ് കുറയുകയും വളരെ സുഖകരമായ ഒരു കാലാവസ്ഥ തണുപ്പും അനുഭവപ്പെടുകയും ചെയ്തു. മേട്ടുപ്പാളയം ചുരത്തിൻ്റെ ഭാഗത്ത് അതികഠിനമായ ഉഷ്ണം. ഒരു 10-25 കിലോമീറ്റർ മുന്നോട്ട് നീങ്ങി നീലഗിരി കുന്നുകളിലെത്തിയപ്പോഴേക്ക് വളരെ സുഖകരമായ ഒരു ഈർപ്പമുള്ള ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. വളരെ നല്ല സുഖകരമായ കാലാവസ്ഥ. ഏതാണ്ട് ഒരു 20-25 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കാലാവസ്ഥയിലും പ്രകൃതിയിലും ഉണ്ടായ ഈ മാറ്റം നമ്മളെ അത്ഭുതപ്പെടുത്തും. അങ്ങനെ നമ്മൾ മേട്ടുപ്പാളയത്തെ അതികഠിനമായ ഉഷ്ണവും 25 കിലോമീറ്റർ മുന്നോട്ട് നീങ്ങിയപ്പോൾ നീലഗിരി കുന്നുകളിലെ സുഖകരമായ തണുപ്പും തേയില കാടുകളുടെ പച്ചപ്പും വനഭൂമിയുടെ സുഖകരമായ തണുപ്പും എല്ലാം പിന്നിട്ട് നമ്മൾ കോത്തഗിരി ബസ് സ്റ്റാൻഡിലെത്തി. നമ്മളങ്ങനെ കോത്തഗിരി ബസ് സ്റ്റാൻഡിലെത്തി കഴിഞ്ഞു. ഇനി നല്ലൊരു ചായ കിട്ടണം. കോത്തഗിരി ബസ് സ്റ്റാൻഡ് ഒരു ചെറിയ ബസ് സ്റ്റാൻഡാണ്, ഒരു കുഞ്ഞു ബസ് സ്റ്റാൻഡ്. വലിയൊരു ടൗണൊന്നുമല്ല, ഊട്ടി പോലെ ഡെവലപ്പ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് കോത്തഗിരി. എന്നാൽ നേച്ചറും ലാൻഡ്സ്കേപ്പും എല്ലാം ഊട്ടിയോട് സമമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കോത്തഗിരി. കോത്തഗിരി നമ്മളൊരു അടിപൊളി ചായയും കുടിച്ച് കോടനാട് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന മനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് ഒരു ബസ് പിടിച്ചു.